ഇവിടയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇന്ത്യയുമായിട്ട് ബന്ധപ്പെട്ട ഒരു ജിയോ പൊളിറ്റിക്കൽ അപ്ഡേറ്റ്സ് ആണ് നമ്മൾ നോക്കുന്നത്. കഴിഞ്ഞ ഫെബ്രുവരി 26 ഇന്ത്യയും ഇസ്രായേലും ഒരു ജോയിൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ് പുറത്തിറക്കുകയുണ്ടായി. അതായത് സ്ട്രാറ്റജിക് പാർട്ട്ണർഷിപ്പ് എന്തിലാണ്? ഡിഫൻസ് മേഖലയിൽ. അപ്പോൾ ഈ ഡിഫൻസ് മേഖലയുമായിട്ട് ബന്ധപ്പെട്ട സ്ട്രാറ്റജിക് പാർട്ട്ണർഷിപ്പിൽ ഇന്ത്യയും ഇസ്രായേലും ചേർന്ന് പല പ്രോജക്റ്റുകളും നടപ്പിലാക്കുന്നുണ്ട്. ഇസ്രായേലിൻ്റെ പല ആയുധങ്ങളും ഇന്ത്യക്കുള്ളിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട്. അതിലുപരിയായിട്ട് ഇന്ത്യൻ മാനുഫാക്ചർ ആയിട്ടുള്ള അമ്യൂണിഷൻസ് ഉൾപ്പെടെയുള്ള പല സാധനങ്ങളും ഇസ്രായേലിൻ്റെ ഉള്ളിലേക്ക് ഇന്ത്യ എക്സ്പോർട്ട് ചെയ്ത് കൊടുക്കുന്നുമുണ്ട്. അതുപയോഗിച്ച് ഇസ്രായേൽ തുടർച്ചയായി ആക്രമണങ്ങളും നടത്തുന്നുണ്ട്. പലരുടെയും അഭിപ്രായത്തിൽ അമേരിക്കയിൽ നിന്ന് മാത്രമാണ് ഇസ്രായേൽ അമ്യൂണിഷൻസ് ഇറക്കുമതി ചെയ്യുന്നു എന്നുള്ള തെറ്റിദ്ധാരണകളൊക്കെ ഉണ്ട്. പക്ഷേ ഇന്ത്യയിൽ നിന്നും മേജർ പോർഷൻസ് ഇറക്കുമതി ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അത് എവിടെയൊക്കെ ഇട്ട് പൊട്ടിക്കുന്നു എന്നുള്ളത് നമ്മൾ ഓപ്പൺ ആയിട്ട് ഇവിടെ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് പറയേണ്ട. ഇസ്രായേൽ എവിടെയൊക്കെയാണ് ആക്രമണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുള്ളത് വളരെ വ്യക്തമാണ്. അപ്പോൾ അതുകൊണ്ട് അതിനകത്ത് ഒരു സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ആവശ്യമില്ല. ഇപ്പോൾ ഈ വിഷയത്തിന് ഇപ്പോൾ എന്താണ് പ്രസക്തി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ശരിക്കും ജമ്മു ആൻഡ് കശ്മീരിൽ ഇന്ത്യയും ഇസ്രായേലും ജോയിൻറ്റ് മിലിറ്ററി ബേസ്, പ്രത്യേകിച്ച് ശ്രീനഗറിൽ നിന്നും കുറച്ച് ഉയർന്ന പ്രദേശത്ത് ഒരു ജോയിൻറ്റ് മിലിറ്ററി ബേസ് ഇസ്രായേലും ഇന്ത്യയും കൂടി ചേർന്ന് നിർമ്മിക്കുന്നു എന്നുള്ള വാർത്തകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ സത്യാവസ്ഥ അന്വേഷിച്ച് നമ്മൾ കാര്യങ്ങൾ ചകഞ്ഞ് നോക്കിയപ്പോൾ മനസ്സിലാക്കാൻ പറ്റിയത്, അവിടെ ഇസ്രായേലിൻ്റെ അഡ്വൈസോടുകൂടി ഇന്ത്യ അവിടെ ഒരു പുതിയ മിലിറ്ററി ബേസ് നിർമ്മിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതിനകത്ത് ഇസ്രായേലിൻ്റെ സപ്പോർട്ട് ഉണ്ടോ എന്ന് ചോദിച്ചാൽ യെസ്, ഒബ്വിയസ്ലി അതിനകത്ത് ഉണ്ട്. സർവൈലൻസിൻ്റെ ഭാഗമായിട്ട് ഇസ്രായേലിൻ്റെ എക്യുപ്മെൻറ്റ്സ് നിരവധി ഇന്ത്യ അതിനകത്ത് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ആ നിർമ്മാണത്തിൻ്റെ പ്രാഥമിക ഘട്ടത്തിൽ കുറച്ച് അഡ്വൈസറി ആവശ്യമുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇസ്രായേലിൻ്റെ എൻജിനീയേഴ്സ് അവിടെ എത്തിയിട്ടുള്ളതായിട്ടാണ് വാർത്തകൾ വരുന്നത്. അപ്പോൾ ഇത് ശരിക്കും ഇന്ത്യയും ഇസ്രായേലും തമ്മിലുള്ള സ്ട്രാറ്റജിക് പാർട്ട്ണർഷിപ്പിൻ്റെ ഭാഗമാണ്. ഇന്ത്യ ഒരിക്കലും മറ്റൊരു രാജ്യത്തിൻ്റെ മിലിറ്ററി ബേസ് ഇന്ത്യക്കുള്ളിൽ അനുവദിക്കില്ല. അത് ഇന്ത്യയുടെ പോളിസിയുടെ ഭാഗമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ത്യക്ക് സപ്പോർട്ട് സിസ്റ്റത്തിന് വേണ്ടിയിട്ട് ഇസ്രായേൽ വരും. അതാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അങ്ങനെ ഇന്ത്യ ഇസ്രായേലിൻ്റെ മിലിറ്ററി ബേസിനെ അവിടെ അനുവദിച്ചു കഴിഞ്ഞാൽ അത് ഇന്ത്യയുടെ സ്ട്രാറ്റജിക് ഓട്ടോണമി എന്ന് പറഞ്ഞ ഫോറിൻ പോളിസിക്ക് വിരുദ്ധമായിട്ട് അത് മാറും. അപ്പോൾ അതുകൊണ്ട് അത്തരത്തിലുള്ള ഒരു പ്രവൃത്തിയിലേക്ക് ഇന്ത്യ പോവില്ല. തീർച്ചയായിട്ടും ഉപദേശങ്ങൾ അത് എവിടെ നിന്ന് വേണമെങ്കിലും എടുക്കാവുന്നതാണ്. അഡ്വൈസറി അങ്ങനെ പല രാജ്യങ്ങളിൽ നിന്നും ഇന്ത്യ സ്വീകരിക്കാറില്ല, എക്സെപ്റ്റ് ഇസ്രായേൽ ഇന്ത്യൻ ആർമിക്ക് വളരെയധികം സഹായിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് തീവ്രവാദത്തിനെതിരെ നിലപാടെടുക്കുന്നതിൽ ഇസ്രായേൽ അഗ്രഗണ്യരാണ്. ഈ തീവ്രവാദികളുടെ സ്വഭാവം, അവർ ഏത് തരത്തിലാണ് പെരുമാറുക, കാരണം ഇത്തരത്തിൽ മത തീവ്രവാദത്തിനെതിരെ ഇസ്രായേൽ എഫക്റ്റീവായിട്ട് തന്നെ അവരുടെ രാജ്യത്തിൻ്റെ ഉള്ളിൽ ഡിറ്ററൻസ് തീർത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ എക്സ്പീരിയൻസ് നമുക്ക് വളരെ അത്യാവശ്യമാണ്. കാരണം നമ്മളുടെ ബോർഡറിലുമുള്ളത് ഇതേപോലെ മത തീവ്രവാദം പടർത്തുന്ന പാകിസ്ഥാൻ എന്ന് പറഞ്ഞ ഒരു തീവ്രവാദ രാഷ്ട്രം തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ഇസ്രായേലിൻ്റെ സപ്പോർട്ട് ഇന്ത്യ അവിടെ എടുക്കുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അല്ലാതെ ഇസ്രായേലും ഇന്ത്യയും ജോയിൻറ്റ് മിലിറ്ററി ബേസ് അല്ല. ഇനിയിപ്പോൾ ജോയിൻറ്റ് മിലിറ്ററി ബേസ് ആയാൽ പോലും ഇന്ത്യ അതിനെ പറയുന്നതും ഐഡൻറ്റിഫൈ ചെയ്യുന്നതും ഇസ്രായേൽ ഇന്ത്യ ജോയിൻറ്റ് മിലിറ്ററി ബേസ് എന്നല്ല. അത് ഇന്ത്യയുടെ സോവറിൻ ലാൻഡാണ് കശ്മീർ എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് അവിടെ ശ്രീനഗറിൻ്റെ അടുത്ത് ഇന്ത്യക്ക് സ്വാഭാവികമായിട്ടും ഒരു മിലിറ്ററി ബേസ് നിർമ്മിക്കാനുള്ള എല്ലാ റൈറ്റും ഉണ്ട്. അപ്പോൾ അത് ഇന്ത്യ വൃത്തിയായിട്ട് ചെയ്യുന്നുണ്ടെന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇപ്പോൾ ഇത് എന്തുകൊണ്ടാണ് ഇന്ത്യ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെ നീങ്ങുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, തുർക്കി ഇടപെട്ട കാലത്ത് ഇസ്ലാമിക് നാറ്റോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോ ഇതിനു മുമ്പ് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇസ്ലാമിക് നാറ്റോയുമായിട്ട് ബന്ധപ്പെട്ട വിഷയം, അതിലേക്ക് ബംഗ്ലാദേശിനെ വലിച്ചഴച്ചുകൊണ്ട് പോകാനുള്ള ശ്രമം. അങ്ങനെ ബംഗ്ലാദേശിലൂടെ തുർക്കി എഫക്റ്റീവായിട്ട് ഇന്ത്യക്ക് ഒരു ചെക്ക്മേറ്റ് വെക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിത്തിരിക്കുകയാണ്. കാരണം ഇന്ത്യ സൈപ്രസിൽ ചേർന്ന് പ്രവർത്തിക്കുന്നുണ്ട്, ഇസ്രായേലിനോടും ഗ്രീസിനോടും ചേർന്ന് പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ അതിന് ബദലായിട്ട് തുർക്കിക്ക് ഇന്ത്യക്ക് ഒരു ചെക്ക്മേറ്റ് വെക്കേണ്ടതുണ്ട്. അപ്പോൾ അതുകൊണ്ട് ബംഗ്ലാദേശിൻ്റെ ഉള്ളിൽ, അതായത് ഇന്ത്യ എങ്ങനെയാണോ ജോയിൻറ്റ് മിലിറ്ററി ബേസിൽ പോയി പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്, അതേപോലെ അതേ മാതൃകയിൽ ഇവിടെ ഇസ്ലാമിക് നാറ്റോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഘടന രൂപീകരിച്ചുകൊണ്ട് അതിൽ കൃത്യമായിട്ട് ബംഗ്ലാദേശിനെ കൂട്ടിച്ചേർക്കുന്നു എന്നതിൻ്റെ പേരിൽ തുർക്കിയുടെ സ്വന്തം താല്പര്യങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് ഇത്തരം രാജ്യങ്ങളെ കൂട്ടുപിടിച്ചുകൊണ്ട് മീൻസ് ബംഗ്ലാദേശിൻ്റെ ഉള്ളിൽ ഓൾറെഡി തന്നെ പാകിസ്ഥാന് താല്പര്യമുണ്ട്, അതുപോലെ തന്നെ തുർക്കിക്കും താല്പര്യമുണ്ട്. ഇസ്ലാമിക് നാറ്റോ അഥവാ ഇസ്ലാമിക് ഡിഫൻസ് പാക്ട് എന്നുള്ള രീതിയിൽ ഒരു മെക്ക പാക്റ്റിൽ ബംഗ്ലാദേശിനെ ചേർത്തുകൊണ്ട് അവിടേക്ക് ഇവരുടെ മാനുഫാക്ചറിങ് യൂണിറ്റ് സ്ഥാപിക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഡ്രോൺ മാനുഫാക്ചറിങ് യൂണിറ്റിന് വേണ്ടിയിട്ടാണ് ബംഗ്ലാദേശിൻ്റെ ഉള്ളിൽ സ്ഥലം തുർക്കി ആവശ്യപ്പെടുന്നത്.
അപ്പോൾ ഇത് ഇന്ത്യയെ ചൊടിപ്പിക്കുമോ എന്ന് വെച്ചാൽ യെസ്, ഒബ്വിയസ്ലി. അപ്പോൾ ഒരു സൈഡിൽ പാകിസ്ഥാൻ്റെ ഉള്ളിൽ തുർക്കി എഫക്റ്റീവായിട്ട് ഇടപെടൽ നടത്തുന്നുണ്ട്, മറ്റേ സൈഡിൽ ഇന്ത്യയുടെ കക്ഷത്തിനടിയിൽ കിടക്കുന്ന ബംഗ്ലാദേശിൻ്റെ ഉള്ളിൽ വന്നിട്ട് തുർക്കി അവരുടെ പ്രസൻസ് എഫക്റ്റീവായിട്ട് രേഖപ്പെടുത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് ഇത്തരത്തിൽ ഇന്ത്യയെ വരിഞ്ഞു മുറുക്കാൻ വേണ്ടിയിട്ട് തുർക്കി ശ്രമിക്കുന്നുണ്ട്. അതായത് നിങ്ങൾ ഗ്രീസിലും അർമേനിയയിലും സൈപ്രസിലൊക്കെ ഇടപെടൽ നടത്തി കഴിഞ്ഞാൽ തുർക്കി ഞങ്ങളും ഇന്ത്യക്കെതിരെ ഇന്ത്യയുടെ ചുറ്റാകെ കിടക്കുന്ന രാജ്യങ്ങളിൽ ഇടപെടൽ നടത്തും എന്നാണ് തുർക്കിയുടെ മെസ്സേജ്. ആ മെസ്സേജിനെ ചേർത്ത് തോൽപ്പിക്കാനാണ് കൃത്യമായിട്ട് ഇന്ത്യ ഇത്തരത്തിൽ ശ്രീനഗറിൽ തന്നെ ഒരു മിലിറ്ററി ബേസിന് തുടക്കം കുറിക്കുന്നത്. അപ്പോൾ ഇന്നലെ തുർക്കിയുടെയും ചൈനയുടെയും കാർഗോ വിമാനങ്ങൾ 4ലധികം കാർഗോ വിമാനങ്ങൾ പാകിസ്ഥാനിൽ, പ്രത്യേകിച്ച് നൂർഖാൻ ബേസിൻ്റെ തൊട്ടടുത്തായിട്ടുള്ള എയർബേസിൽ ലാൻഡ് ചെയ്തിട്ടുണ്ട്. നിരവധി ആയുധങ്ങൾ അവർ പാകിസ്ഥാന് സപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പഹൽഗാം ആക്രമണം നടത്തുന്നതിൻ്റെ 3 ദിവസങ്ങൾക്ക് മുമ്പ് ഇതേപോലെ തുർക്കിയിൽ നിന്നും കാർഗോ വിമാനങ്ങൾ വന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ശരിക്കും ഇപ്പോൾ ഈ കാർഗോ വിമാനങ്ങൾ ഇറങ്ങിയതിനെ ഇന്ത്യ ആശങ്കയോടുകൂടി നോക്കിക്കാണേണ്ടതുണ്ടോ എന്ന് ചോദിച്ചാൽ പാകിസ്ഥാൻ്റെ വിഷയം ഇന്ത്യ ഏതൊരു കാലഘട്ടത്തിലും ആശങ്കയോടുകൂടി തന്നെയാണ് നോക്കിക്കാണുന്നത്. അല്ലാതെ അവർക്കൊരു ക്ലീൻ ഷീറ്റ് കൊടുത്തുകൊണ്ട് അല്ലെങ്കിൽ പാകിസ്ഥാൻ ഒന്നും ചെയ്യില്ല എന്നുള്ള നിലപാടൊന്നും ഇന്ത്യക്കില്ല. കാരണം മുൻകാല ചരിത്രം അങ്ങനെയാണ്. അവർ തീവ്രവാദം നടപ്പിലാക്കാൻ വേണ്ടി മാത്രം റെഡി ആയിരിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരാണ് പാകിസ്ഥാനിൽ. അപ്പോൾ ഈ സാഹചര്യത്തിൽ ഇപ്പോൾ എന്താണ് സംഭവിച്ചിരിക്കുന്നത് പാകിസ്ഥാൻ്റെ പാർലമെൻറ്റ് ഫുൾ റൈറ്റ് കൊടുത്തുകൊണ്ട് അവർ പാർലമെൻറ്റിൽ ബില്ല് പാസ്സാക്കിയിരിക്കുകയാണ്. ആർക്കാണ്? അസീം മുനീറിന്, ഫീൽഡ് മാർഷൽ അസീം മുനീറിന് ആ രാജ്യത്തിൻ്റെ ഏതൊരു വിഷയത്തിലും ഇടപെടൽ നടത്താനും തീരുമാനമെടുക്കാനുമുള്ള സുപ്രീം പവർ കൊടുത്തുകൊണ്ടുള്ള ആ ബില്ല് പാസ്സാക്കിയിരിക്കുകയാണ്. ഇതോടുകൂടി ഷഹബാസ് ഷെരീഫ് സൈഡ് ലൈൻ ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ഇനി അസീം മുനീറിൻ്റെ കാലഘട്ടമാണ്. ഇപ്പം നമ്മളിവിടെ പാകിസ്ഥാൻ ഭരിച്ച നിരവധി ഇതേപോലത്തെ ഫീൽഡ് മാർഷൽമാർ, മിലിറ്ററി ഉദ്യോഗസ്ഥരെ നമ്മൾ ഓർക്കേണ്ടതുണ്ട്. അതിലൊരു വ്യക്തിയാണ് പർവേഷ് മുഷറഫ്. അതുകൊണ്ട് 2000 കാർഗിൽ യുദ്ധം. അപ്പോൾ ഈ ഫീൽഡ് മാർഷൽമാർ ഇങ്ങനെ പൊസിഷനിൽ വന്നു കഴിഞ്ഞാൽ അവർ ഏറ്റവും പ്രധാനമായിട്ട് അവരുടെ ജീവിതത്തിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു വിഷയമാണ് ഇന്ത്യക്കെതിരെയുള്ള യുദ്ധം. അപ്പം അങ്ങനെ ഫീൽഡ് മാർഷൽ അസീം മുനീറും ഇപ്പം ഇന്ത്യക്കെതിരെയുള്ള യുദ്ധം തുടങ്ങാൻ സാധ്യത വളരെ കൂടുതലാണ്. അപ്പം ഇത് ഇങ്ങനെ തന്നെയാണ് ഇന്ത്യ അതിനെ നോക്കിക്കാണുന്നത്. ഇന്ത്യയുടെ വീക്ഷണം അങ്ങനെ തന്നെയാണ്. ഈ സാഹചര്യത്തിൽ ഇന്ത്യ വളരെ ശക്തമായി തന്നെ പാകിസ്ഥാനെതിരെ നിലപാടെടുത്ത് മുന്നോട്ട് പോകേണ്ട ഒരു സ്ഥിതിവിശേഷമാണ് ഇപ്പം നിലനിൽക്കുന്നത്. ഇച്ചിരി ടെൻസ്ഡ് മൊമെന്റ് തന്നെയാണ്. ഇന്ത്യൻ ഗവൺമെന്റ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് കൂടുതൽ പരാമർശങ്ങളൊന്നും നടത്തുന്നില്ല എങ്കിലും പാകിസ്ഥാൻ ഇന്ത്യയുമായിട്ട് ഒരു യുദ്ധത്തിലേക്ക് തയ്യാറെടുത്ത് മുന്നോട്ട് വരുന്നത് പോലെയാണ് ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ രൂപപ്പെട്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇസ്രായേലും ഇന്ത്യയും കൂടി ജോയിന്റ് പ്രസൻസ് ഇൻ കശ്മീർ, അവിടെ നിന്നും നിരീക്ഷണങ്ങൾ നടത്തുന്നു. അത് ശരിക്കും ഖൈബർ പഖ്തൂൺഖ്വ മേഖലയ്ക്ക് തൊട്ടടുത്തായിട്ടാണ് ഈ ശ്രീനഗർ ഭാഗത്ത് കൃത്യമായിട്ട് ആ ലൊക്കേഷനിൽ ഈ ഇന്ത്യയുടെ പുതിയ മിലിറ്ററി ബേസ് വരുന്നതായിട്ട് വാർത്തകൾ പുറത്തു വരുന്നത്. ഇനി അടുത്ത് ഒരു ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഒരു മേഖലയാണ് ശരിക്കും ബലൂചിസ്ഥാന്റെ പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ ബലൂചിസ്ഥാൻ ഇപ്പം UN നോൺ മെമ്പർ ഒബ്സർവേറ്ററി സ്റ്റേറ്റിന്റെ റൈറ്റ് ചോദിക്കുകയാണ്. നോൺ മെമ്പർ ഒബ്സർവേറ്ററി സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പം സ്വിറ്റ്സർലാൻഡ് ഇതേപോലെ നോൺ മെമ്പർ ഒബ്സർവർ ആയിട്ട് UN ഉള്ളിലേക്ക് കടന്നു വന്ന രാജ്യമാണ് സ്വിറ്റ്സർലാൻഡ്. പിന്നീടാണ് അവർ മെമ്പർ ആവുന്നത്, ആക്ച്വൽ മെമ്പർ ആവുന്നത്. അപ്പോൾ ഇതേപോലെ പാലസ്തീനുള്ളത് നോൺ മെമ്പർ ഒബ്സർവർ സ്റ്റേറ്റ് എന്നുള്ള നിലയിലുള്ള സ്റ്റേറ്റസ് ആണ് പാലസ്തീനുള്ളത്. അപ്പോൾ ഇതേപോലെ പാലസ്തീന് കൊടുത്തിരിക്കുന്ന നോൺ മെമ്പർ ഒബ്സർവർ സ്റ്റേറ്റ് എന്നുള്ള ആ ഒരു സ്റ്റേറ്റസ് ബലൂചിസ്ഥാനിന് വേണമെന്നാണ് ബലൂജികൾ ഇപ്പം UN അപ്രോച്ച് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ യുണൈറ്റഡ് നേഷൻസ് ഇത് ബലൂജികൾക്ക് കൊടുക്കുമോ ഇല്ലയോ എന്നുള്ളത് നമുക്കറിയില്ല. പക്ഷേ നിലവിൽ ഈ ബലൂചിസ്ഥാൻ എന്ന് പറയുന്നത് 85% കൺട്രോൾഡ് ബൈ BLA എന്നാണ് പറയപ്പെടുന്നത്. വെറും 15% മാത്രമാണ് ഇപ്പം പാകിസ്ഥാൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്നത് ബലൂചിസ്ഥാൻ. അപ്പം അതും തന്നെ ഈ 15% പ്രത്യേകിച്ച് ബലൂജികളെ റെപ്രസെൻ്റ് ചെയ്തുകൊണ്ട് ഇപ്പുറത്ത് പാകിസ്ഥാൻ്റെ ഗവൺമെൻറ്റുമായിട്ട് ചേർന്ന് പ്രവർത്തിക്കുന്ന MP അഥവാ MLA ഇങ്ങനത്തെ ആൾക്കാരുമായിട്ടുള്ള ചില പൊളിറ്റീഷ്യൻസ് മാത്രമാണ് ഈ 15% നിലനിർത്തി പോകാൻ കാരണമായി തുടരുന്നത്. അല്ലാത്ത പക്ഷം 100% ബലൂചിസ്ഥാൻ പണ്ടേ ഒരു സെപ്പറേറ്റ് സ്റ്റേറ്റ് ആയിട്ട് മാറേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. അപ്പം ഇപ്പം എന്താണ് ഇപ്പോൾ സംഭവം എന്ന് പറഞ്ഞാൽ ഇപ്പം UN ബലൂചിസ്ഥാൻ പോയി കഴിഞ്ഞാൽ ഈ നോൺ മെമ്പർ ഒബ്സർവർ സ്റ്റേറ്റ് ആയിട്ട് അംഗീകരിക്കാൻ ചില മാനദണ്ഡങ്ങളുണ്ട്. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ ഒരു 1.5 കോടി ജനങ്ങൾ വേണം ആ സ്റ്റേറ്റിൽ, പോപ്പുലേഷൻ. പിന്നെ ഇതൊരു സെപ്പറേറ്റ് റൂളിംഗ് സ്റ്റേറ്റ് ആയിട്ട് തുടരണം. അവിടെ ഒരു പൊളിറ്റിക്കൽ ബോഡി അല്ലെങ്കിൽ അവിടെ റൂളിംഗ് ബോഡി വേണം. നിലവിൽ അതില്ല ബലൂചിസ്ഥാന്. അതേസമയം 2 നേതാക്കൾ, മിറിയാർ ബലൂച്ച് അതേപോലെ മെഹ്റാ ബലൂച്ച് എന്ന് പറഞ്ഞ 2 ബലൂച്ച് നേതാക്കളാണ് ഇതിൻ്റെ പുറകിൽ വളരെ ശക്തമായി നിലനിൽക്കുന്നത്. ബലൂച്ച് കമ്മ്യൂണിറ്റി തീർച്ചയായിട്ടും അവർക്കൊരു സ്വാതന്ത്ര്യം വേണമെന്നുള്ള നിലയിൽ നിരന്തരം പ്രതിഷേധങ്ങൾ നടത്തുന്നുണ്ട്. അതേപോലെ ആക്രമണങ്ങളും നടത്തി
അവരുടെ നിലപാടിൽ ഉറച്ച് അവർ മുന്നോട്ട് പോവുകയാണ്. ഇപ്പോൾ ഇവിടെ പ്രശ്നങ്ങളുണ്ടോ എന്ന് ചോദിച്ചാൽ യെസ്, പ്രശ്നങ്ങളുണ്ട്. ചൈനയ്ക്ക് ഇവിടെ പ്രശ്നങ്ങളുണ്ട്. ചൈനയുടെ ഇൻവെസ്റ്റ്മെൻറ്റുകൾ അവിടെയുണ്ട്. ഗ്വാദാർ പോർട്ട് പോലത്തെ പല സംവിധാനങ്ങളും ചൈനയ്ക്ക് അവിടെ സ്വന്തമാണ്. അപ്പോൾ ഇത്തരത്തിൽ നിരവധി വിഷയങ്ങൾ ഇതിനകത്ത് ഡിസ്കസ് ചെയ്ത് തീരുമാനമെടുക്കേണ്ടതുണ്ട്. അല്ലാതെ പെട്ടെന്ന് ഇതിലൊരു തീരുമാനമെടുക്കാൻ കഴിയില്ല. ഇപ്പോൾ UN തന്നെ ഉടനെ തന്നെ ഓക്കെ പറഞ്ഞ് മുന്നോട്ട് പോവില്ല. പക്ഷെ എന്നാലും ഇവർ ഉയർത്തിയിരിക്കുന്ന ഈ റിക്വസ്റ്റ് ഇത് പാകിസ്ഥാനെ ഇച്ചിരി പ്രശ്നത്തിലാക്കുന്നുണ്ട്. കഴിഞ്ഞ ഓഗസ്റ്റ് 7 മുതൽ ബലൂചിസ്ഥാനിൽ ഇൻ്റർനെറ്റ് ഇല്ല, കട്ട് ഓഫ് ചെയ്തിരിക്കുകയാണ്. ക്വറ്റ ഉൾപ്പെടെയുള്ള 2-3 പ്രദേശങ്ങളിൽ റൂൾ 144 നിലനിൽക്കുകയാണ്. അതായത് ഈ 15% പാകിസ്ഥാൻ കൈവശം വെച്ചിരിക്കുന്ന ഈ ബലൂച്ച് മേഖലയിൽ 144 റൂള് നിലനിൽക്കുകയാണ്. അതുപോലെ തന്നെ ഇപ്പം പാകിസ്ഥാൻ്റെ ഉള്ളിൽ നിന്നും ഏതെങ്കിലും രീതിയിൽ പനിഷ്മെൻറ്റ് പോസ്റ്റിംഗ് കൊടുക്കുന്ന ആൾക്കാരെ ബലൂചിസ്ഥാനിലേക്കാണ് പോസ്റ്റ് ചെയ്യുന്നത്. കാരണം അവിടെ പോയി കഴിഞ്ഞാൽ ജീവൻ അപകടത്തിലാണ്. കാരണം അവിടെ BLA ആക്രമണം ഏത് നേരത്തും നടക്കും. ഏത് നേരത്തും ഒരു പൊട്ടിത്തെറിയിൽ ജീവൻ നഷ്ടപ്പെട്ടേക്കാം. ആ സാഹചര്യത്തിലാണ് പാക് ആർമിയിൽപ്പെട്ട ഉദ്യോഗസ്ഥർ, പാക് സെക്യൂരിറ്റി ഓഫീസേഴ്സ്, പാകിസ്ഥാൻ പോലീസ് ഇവരെല്ലാം തന്നെ ഈ ബലൂചിസ്ഥാൻ എന്ന് പറഞ്ഞ ആ ഒരു പ്രൊവിൻസിനെ നോക്കിക്കാണുന്നത്. അതായത് ആർക്കെങ്കിലും പനിഷ്മെൻറ്റ് കൊടുക്കണം എന്നുണ്ടെങ്കിൽ പാക് ആർമി അവരെ എടുത്ത് ബലൂചിസ്ഥാനിൽ അങ്ങ് പോസ്റ്റ് ചെയ്യും. ഇതാണ് നിലവിലെ സാഹചര്യം. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ പാകിസ്ഥാനും ബലൂചിസ്ഥാനും തമ്മിലുള്ള ആ ഒരു ക്ലാഷ് അത് എത്രമാത്രം വളർന്ന് പന്തലിച്ചിരിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ശരിക്കും പാകിസ്ഥാൻ ആർമി ഈ ബലൂചിസ്ഥാൻ സ്ത്രീകളോട് വളരെ മോശപ്പെട്ട രീതിയിലാണ് പെരുമാറുന്നത്. ഇതിനു മുമ്പും അങ്ങനെ തന്നെയാണ് പെരുമാറിക്കൊണ്ടിരുന്നത്. അത് തന്നെയാണ് ഇപ്പോഴും തുടരുന്നത്. അതേപോലെ ബലൂചിസ്ഥാനിലുള്ള യുവാക്കളെ, ടീനേജേഴ്സിനെയൊക്കെ പിടിച്ചുകൊണ്ട് പോയി അവർ വല്ലാത്ത രീതിയിൽ ഉപദ്രവിക്കുന്നതായിട്ടുള്ള വാർത്തകളൊക്കെ പലപ്പോഴും നമുക്ക് വായിക്കേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സാഹചര്യത്തിൽ ശരിക്കും 1971 മുമ്പ് ബംഗ്ലാദേശിൻ്റെ ഉള്ളിൽ പാകിസ്ഥാൻ്റെ ആർമി എന്താണോ കാണിച്ചുകൊണ്ടിരുന്നത് അതേ ഒരു റൂട്ടിലൂടെയാണ് ബലൂചിസ്ഥാൻ്റെ അടുത്തും പാക് ആർമി ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇപ്പം ബംഗ്ലാദേശിൻ്റെ ഉള്ളിൽ കാണിച്ചതിൻ്റെ പ്രത്യാഘാതമായിട്ടാണ് ബംഗ്ലാദേശ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പുതിയ രാജ്യം അവിടെ ഇന്ത്യൻ ആർമി ഉപയോഗിച്ചുകൊണ്ട് ബംഗ്ലാദേശ് എന്ന് പറഞ്ഞ ഒരു രാജ്യം സൃഷ്ടിച്ചെടുത്തത്. ഇപ്പോൾ ഈ ബംഗ്ലാദേശ് ഇന്ത്യയുടെ ഉള്ളിൽ കിടക്കുന്ന ഒരു രാജ്യമായതുകൊണ്ട് ഇന്ത്യ വളരെ എഫക്റ്റീവായിട്ട് ആ വിഷയത്തിൽ ഇൻ്റർഫിയർ ചെയ്തു, ഇടപെട്ടു. പക്ഷേ ബലൂചിസ്ഥാൻ്റെ വിഷയത്തിൽ ഇന്ത്യക്ക് ഡയറക്റ്റായിട്ട് ഇടപെടൽ നടത്താൻ വേണ്ടിയിട്ട് ഒരു ലാൻഡ് കണക്ടിവിറ്റി ഇല്ല. ഇപ്പോൾ ബലൂചിസ്ഥാൻ്റെ ലിബറേഷൻ ഫോഴ്സ് അവർ പറയുന്നത് ഞങ്ങൾക്ക് ആയുധങ്ങളില്ല, ആയുധങ്ങൾ ഉണ്ടായിരുന്നുണ്ടെങ്കിൽ ഞങ്ങൾ പാകിസ്ഥാൻ ആർമിയെ പണ്ടേ അവിടെ നിന്ന് ആട്ടിപ്പായ്ച്ചേനെ. ആയുധങ്ങളില്ലാത്തത് കൊണ്ട് മാത്രമാണ് ഞങ്ങൾ ഇത്തരത്തിൽ എഴഞ്ഞെഴഞ്ഞ് യുദ്ധം ചെയ്യേണ്ട സാഹചര്യം ഞങ്ങൾക്ക് വന്നിരിക്കുന്നത്. ആയുധങ്ങൾ ആരെങ്കിലും സപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ എഫക്റ്റീവായിട്ട് യുദ്ധം നടത്തുമെന്നാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഡയറക്റ്റായിട്ട് ആർക്കും തന്നെ ബലൂചിസ്ഥാനികൾക്ക് ആയുധം ഇപ്പം നിലവിൽ സപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ നമ്മളിപ്പോൾ ഈ UN ഇവർ കൊടുത്തിരിക്കുന്ന ഈ നോൺ മെമ്പർ ഒബ്സർവർ സ്റ്റേറ്റ് ആയിട്ട് ഞങ്ങളെ അംഗീകരിക്കണം എന്ന് പറഞ്ഞിട്ട് ഈ മൂവ് ചെയ്തിരിക്കുന്ന റിക്വസ്റ്റ്, ഇത് മിറിയാർ ബലൂച്ച് അതുപോലെ തന്നെ മെഹർ ബലൂച്ച് എന്ന് പറഞ്ഞ 2 പേരുടെ നേതൃത്വത്തിലാണ് ഈ പേപ്പർ മൂവ് ചെയ്തിരിക്കുന്നത് UN UN ഇത് പരിഗണിക്കുമ്പോൾ വെച്ചാൽ തീർച്ചയായിട്ടും പരിഗണിക്കും. പക്ഷേ ഇതിൻ്റെ തീരുമാനം അതാണ് ഇവിടുത്തെ ബിഗ്ഗസ്റ്റ് ക്വസ്റ്റ്യൻ മാർക്ക്. ഇതിനെ ചൈന തീർച്ചയായിട്ടും വീറ്റോ ചെയ്ത് തള്ളിക്കളയും അഥവാ ഇത് ഡിസ്കസ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ. അപ്പോൾ നമ്മൾ അതിൻ്റെ മാനദണ്ഡങ്ങളായിട്ട് പറഞ്ഞത് 1.5 കോടി പോപ്പുലേഷൻ വേണം, അതേപോലെ തന്നെ ഫങ്ഷണൽ ഗവൺമെൻറ് വേണം. അവിടെ ഫങ്ഷണൽ ഗവൺമെൻറ് ഇല്ല. കാരണം പാകിസ്ഥാനുമായിട്ട് ചേർന്ന് നിൽക്കുന്നത് കൊണ്ട് തന്നെ അവിടെ റിബലുകൾ എന്നാണ് പാകിസ്ഥാൻ അവരെ ഐഡന്റിഫൈ ചെയ്യുന്നത്, അല്ലാതെ അവരെ ഒരിക്കലും ഒരു ഫങ്ഷണൽ ഗവൺമെൻറ് ആയിട്ട് അംഗീകരിച്ചിട്ടില്ല. അതേപോലെ ഫോറിൻ റിലേഷൻസ് UN നോൺ മെമ്പർ ഒബ്സർവർ സ്റ്റേറ്റ് ആയിട്ട് UN അംഗീകരിക്കുന്നുവെങ്കിൽ അവർക്ക് ഫോറിൻ റെപ്രസെൻറ്റേറ്റീവിനെ വെക്കേണ്ടി വരും. പല രാജ്യങ്ങളുമായിട്ട് അവരുടെ ഫോറിൻ റെപ്രസെൻറ്റേറ്റീവിനെ അയച്ച് അവർക്ക് അവരുടെ രാജ്യത്തിന് വേണ്ടിയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ ഒരുക്കാൻ പറ്റും. പക്ഷേ ഇപ്പോൾ ഇവിടെ അത് സാധ്യമല്ല. ഇതൊക്കെയാണ് ഇവിടെ പാകിസ്ഥാൻ അഡ്വാൻറ്റേജ് കൊടുക്കുന്ന ചില വിഷയങ്ങൾ. പക്ഷേ എല്ലാ കാലത്തേക്കും ഇത് സാധിക്കുമോ എന്ന് ചോദിച്ചാൽ ഇല്ല. ഇപ്പോൾ ബലൂചിസ്ഥാൻ പണ്ട് തൊട്ടേ അവർ ലിബറേറ്റഡ് ആണെന്നാണ് അവർ പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്നത്. പല സാഹചര്യങ്ങളിലും അവർ ഇത് ആവർത്തിച്ച് പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ബലൂചിസ്ഥാൻ ഫുള്ളായിട്ട് ഇവർ പിടിച്ചെടുത്തിട്ട് ഞങ്ങളുടെ സ്വന്തം രാജ്യമാണെന്ന് പ്രഖ്യാപിച്ച് അവിടെ ചില സംവിധാനങ്ങളൊക്കെ ഇവർക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞാൽ പാകിസ്ഥാൻ ആർമിയെ ചെറുത്ത് തോൽപ്പിച്ച് പാകിസ്ഥാന്റെ പ്രസൻസ് തന്നെ ബലൂചിസ്ഥാന്റെ ഉള്ളിൽ ഇല്ല എന്നുള്ള മട്ടിലാക്കി തീർത്തിട്ട് ഇവർ UN അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇത് നടപ്പിലാക്കാൻ കഴിയുന്ന ഒരു സംഗതിയാണ് എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. सदिया की शक्ल में नारे 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 बोले, नारे 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 बोले, नारे
ചൈനയും തുർക്കിയും ചേർന്നിട്ട് കഴിഞ്ഞ 60 മണിക്കൂറിൻ്റെ ഉള്ളിൽ ലാസ്റ്റ് 60 അവേഴ്സ് മെനി കാർഗോ ഷിപ്മെന്റ്സ് ആണ് പാകിസ്ഥാൻ്റെ ഉള്ളിൽ നടത്തിയിരിക്കുന്നത്. തുർക്കിയാണെന്നുണ്ടെങ്കിൽ ഡ്രോൺ കോ പ്രൊഡക്ഷൻ വിത്ത് പാകിസ്ഥാൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതേപോലെ ചൈനയുടെ C-10 ഫൈറ്റർ ജെറ്റാണ് അവർ ഓപ്പറേഷൻ സിന്ദൂറിൽ ഉപയോഗിച്ചത്. അത് ഇന്ത്യ 4-5 എണ്ണം അടിച്ച് പൊട്ടിച്ച് കളഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത്തവണ അഥവാ പാകിസ്ഥാൻ ഇന്ത്യയുമായിട്ട് ഒരു യുദ്ധത്തിലേക്ക് തയ്യാറാകുന്നുവെങ്കിൽ JF-17, J-10 അതേപോലെ J-35E കാറ്റഗറിയിൽപ്പെട്ട വിമാനങ്ങൾ ആയിരിക്കും ഉപയോഗിക്കുക. അപ്പോൾ ഇതിനകത്ത് J-35 കാറ്റഗറിയിൽപ്പെട്ട വിമാനങ്ങൾ 35 എണ്ണം ഒരു 20 ഡേയ്സ് മാക്സിമം ബൈ 1 മന്തിനുള്ളിൽ ചൈന പാകിസ്ഥാനിലേക്ക് കൈമാറുമെന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇത്തവണ അഥവാ പാകിസ്ഥാൻ യുദ്ധത്തിന് വരുന്നുവെങ്കിൽ J-35 എന്ന് പറഞ്ഞ ഫൈറ്റർ ജെറ്റിനെ അടിച്ച് ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ അത് ശരിക്കും ചൈനയ്ക്ക് ഒരു വൻ തിരിച്ചടിയായി മാറും. ഇത്തവണ ഇന്ത്യ ചെയ്യേണ്ടത് കൃത്യമായിട്ട് നടത്തുന്ന ആക്രമണങ്ങൾ ക്ലിയർ കളർ വീഡിയോ എടുത്ത് പബ്ലിഷ് ചെയ്യണം. അതാണ് വേണ്ടത്. ശരിക്കും അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വിഷയമാണ്. യുദ്ധത്തിൽ കള്ളത്തരങ്ങളെ പൊളിച്ചെടുക്കുക എന്നുള്ളത് ഇപ്പം നിലവിലെ ഒരു മോഡേൺ ഡേ സ്ട്രാറ്റജി ആയിട്ട് മാറിയിരിക്കുകയാണ്. അപ്പോൾ അത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇല്ലാന്നുണ്ടെങ്കിൽ പാകിസ്ഥാനികൾ അവർക്ക് തോന്നിയ രീതിയിലുള്ള വാർത്തകൾ അടിച്ചിറക്കും. അത് ഉറപ്പാണ്. അവർ അടിച്ചിറക്കുമ്പോൾ നമ്മൾ കൃത്യമായിട്ടുള്ള തെളിവുകൾ വീഡിയോ രൂപത്തിൽ പുറത്തുവിട്ടുകൊണ്ടിരിക്കണം. ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇന്ത്യ ബലൂചിസ്ഥാൻ വിഷയത്തിൽ ഒരു തീരുമാനം എടുക്കേണ്ടതുണ്ട്. ഇപ്പോൾ ബലൂചിസ്ഥാൻ UN അപ്രോച്ച് ചെയ്തു. അതിനെ ഇന്ത്യ സപ്പോർട്ട് ചെയ്യണം ഓപ്പണായിട്ട് UN-ൽ. അത് ശരിക്കും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വിഷയമാണ്. അതിലുപരി ഇന്ത്യ ബലൂചിസ്ഥാന് വേണ്ടിയിട്ട് ചൈന എടുത്ത് സംസാരിക്കണം. ചൈനയുടെ ഇൻവെസ്റ്റ്മെൻറ്റുകളെ സെക്യൂർ ചെയ്യുന്ന രീതിയിലുള്ള ഒരു റെസൊല്യൂഷൻ കൊണ്ടുവരാൻ ശ്രമിക്കണം. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് ചൈനയുടെ മേളിൽ ഒരു പ്രഷർ അപ്ലൈ ചെയ്ത് ചൈനയെ മാറി നിൽക്കാൻ പ്രേരിപ്പിച്ചു കഴിഞ്ഞാൽ ബലൂചിസ്ഥാൻ വേണമെങ്കിൽ കൃത്യമായിട്ട് ഈ ഒരു 15% ലാൻഡ് കൂടി പാകിസ്ഥാൻ്റെ സൈഡിൽ നിന്ന് പിടിച്ചെടുത്ത് അവർക്ക് പൂർണ്ണമായിട്ടും ഒരു രാജ്യം പ്രഖ്യാപിക്കാൻ വളരെ എളുപ്പത്തിൽ തന്നെ സാധിക്കും. പക്ഷെ അതിന് ഇന്ത്യയുടെ സപ്പോർട്ട് വളരെ അനിവാര്യമാണ്. ഇന്ത്യക്ക് വേണമെങ്കിൽ ബലൂചിസ്ഥാൻ്റെ രാജ്യത്തിൻ്റെ പേരിൽ തന്നെ ഒരു കൗൺസിലേറ്റ് ന്യൂഡൽഹിയിൽ ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രൊപ്പോസൽ വയ്ക്കാവുന്നതാണ്. വളരെ നല്ലതാണ്. അതായത് ബലൂചിസ്ഥാനികളുടെ കൗൺസിലേറ്റ് ആദ്യമായിട്ട് ഇന്ത്യയിൽ ഓപ്പൺ ചെയ്യണം. എങ്ങനെയാണോ സൊമാലിലാൻഡ് കൗൺസിലേറ്റ് ഇസ്രായേൽ ഓപ്പൺ ചെയ്തത്, അതേ മാതൃകയിൽ ബലൂചിസ്ഥാൻ സ്റ്റേറ്റിൻ്റെ കൗൺസിലേറ്റ് ഇന്ത്യ ഓപ്പൺ ചെയ്യണം ന്യൂഡൽഹിയിൽ. ഇത്തരത്തിൽ ചെയ്തു കഴിഞ്ഞാൽ ഇന്ത്യ എടുക്കുന്ന ഈ ഒരു തീരുമാനം വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടും ആഗോളതലത്തിൽ ശ്രദ്ധേയമായിട്ടുള്ള വിഷയമായിട്ടും ചർച്ച ചെയ്യപ്പെടും. അത് ഉറപ്പാണ്. ഇതുകൊണ്ട് നമുക്ക് ഒരു രീതിയിലുള്ള പെയിൻഫുൾ ആയിട്ടുള്ള വിഷയങ്ങളും സംഭവിക്കാനില്ല. ഇത്തരത്തിലുള്ള ചില സ്ട്രാറ്റജിക് മൂവ്മെൻറ്റ്സ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ പാകിസ്ഥാനെ വരിഞ്ഞു മുറുക്കി അവിടെ നിർത്താൻ കഴിയും. ഇല്ലാന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള തീവ്രവാദ പ്രവർത്തനങ്ങൾ യുവമാർ തുടരെ നടത്തിക്കൊണ്ടേയിരിക്കും എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഉമ്മത്ത് ടീംസ് കൃത്യമായ ഇടവേളകളിൽ ഇന്ത്യക്കുള്ളിൽ തീവ്രവാദ ആക്രമണം നടത്തുക എന്നുള്ളത് അവരുടെ അജണ്ടയിലുള്ള കാര്യമാണ്. അതവർ നടത്തിക്കൊണ്ടേയിരിക്കും. അത് ഉറപ്പാണ്. നാളെ മറ്റൊരു പെഹൽഗാം ഉണ്ടാവാൻ വഴിയൊരുക്കരുത്. അതാണ് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ എന്തായാലും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ജിയോ പൊളിറ്റിക്കൽ അനാലിസിസ് ആണ് നമ്മൾ വീഡിയോയിൽ പങ്കുവച്ചത്. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.